ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ട്രേഡ് സോളാർ ഇൻഡസ്ട്രീസിലായിരുന്നു. ആദ്യത്തെ ട്രേഡ് സോളാർ ഇൻഡസ്ട്രീസിൽ ഞാൻ എടുത്ത ട്രേഡ് പ്രോഫിറ്റായിരുന്നു. അതൊരു 2600 രൂപ വരെ പ്രോഫിറ്റ് പോയായിരുന്നു. ഞാൻ എടുത്തത് റേഞ്ചായിരുന്നു. ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഇത് ചെയ്തു. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഹിറ്റായില്ല, ലോസിലേക്ക് പോയി. ഞാൻ എക്സിറ്റായി. രണ്ടാമതെടുത്തത് ട്യൂബ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റിൽ പ്രോഫിറ്റായിരുന്നു കിട്ടിയത്. ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ല പ്രോഫിറ്റ് കിട്ടി. 4300 രൂപ ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ ലിമിറ്റഡിൽ ഇന്ത്യ സ്റ്റോക്കിൽ പ്രോഫിറ്റ് കിട്ടി. അത് കഴിഞ്ഞ് ശരിക്കും ഞാൻ ട്രേഡ് നിർത്തേണ്ട ആളാണ്. സാധാരണ അങ്ങനെ ട്രേഡ് ചെയ്യാറില്ല. എന്നാലും എൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ട്രേഡിങ് തന്നെയാണ് എൻ്റെ ഒരു പ്രധാന പ്രശ്നം. അടുത്ത ട്രേഡ് ഞാൻ എടുത്തത് പേടിഎമ്മിൽ ട്രേഡ് എടുത്തായിരുന്നു. പേടിഎമ്മിൽ 100 എടുത്തു. പേടിഎം ലോസിലായപ്പോൾ എക്സിറ്റായി. ലോത മൈക്രോടെക് ഡെവലപ്പേഴ്സിൽ ഞാൻ ട്രേഡ് എടുത്തിരുന്നു. അത് പ്രോഫിറ്റ് 1000 രൂപയോളം പ്രോഫിറ്റ് വന്നതായിരുന്നു. അത് എക്സിറ്റായി. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷനിൽ ട്രേഡ് എടുത്തായിരുന്നു. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷനിൽ ഏകദേശം ഒരു പ്രോഫിറ്റ് തന്നെയാണ് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ. കൂടാതെ ഞാനൊരു 2 IRFCയുടെ ഷെയർ ഇത് ചെയ്തായിരുന്നു. IRFCയുടെ ഷെയർ ഡെലിവറി ചെയ്തായിരുന്നു. എൻ്റെ ലോങ് ടൈം പോർട്ട്ഫോളിയോ ഇപ്പോഴും നല്ല ലോസിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 70,000 രൂപ ലോസിലാണ് ലോങ് ടൈം പോർട്ട്ഫോളിയോ. ഇതാണ് എൻ്റെ ലോങ് ടൈം പോർട്ട്ഫോളിയോ. ഇപ്പോഴും ലോസിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മേജറായിട്ട് മിഡ് ക്യാപ്പിലുള്ള സ്റ്റോക്കുകളാണ് കൂടുതലും എൻ്റെ ഉള്ളത്. 88% മിഡ് ക്യാപ്പിൽ സ്റ്റോക്കുകളാണ്.